ഇന്ന് ഒരുപാട് അപ്ഡേറ്റുകളുടെ ദിവസമാണ്. കൂലി അടക്കം ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകൾ നമുക്കിത് പറയാനായിട്ടുണ്ട്. അടുത്തതായിട്ട് വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളുടെ ലൈനപ്സുകൾ കേൾക്കുന്ന സമയത്തും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കേൾക്കുന്ന സമയത്തും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചായിരുന്നു. കാരണം തിയേറ്ററിൽ അങ്ങനെയൊക്കെ ഒരു സീൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു എഫക്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കൂലി എന്ന സിനിമയെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ കണക്ഷനെ കുറിച്ച് പറയാനായിട്ട് ബാക്കിയുണ്ട്. ജസ്റ്റ് ഒരു ഫൺ മോഡൽ അങ്ങ് എടുത്തു കഴിഞ്ഞതൊക്കെ വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ബിഫോർ ദാറ്റ് കൂലി സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബബ്ബബ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നായിരുന്നു. ദിലീപ് നായകനായിട്ടുള്ള സിനിമയാണ് ബബ്ബബ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് റൂമറുകൾ ആ സമയത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് സിനിമയിൽ ഒരു മോഹൻലാലിന്റെ ക്യാമിയോ സംഭവിക്കാനായിട്ട് പോകുന്നു, ലാലേട്ടന്റെ ക്യാമിയോ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിക്ക് ഒരുപാട് അപ്ഡേറ്റുകളും മറ്റൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. റൂമറാണ് എന്നുള്ള രീതിക്കൊക്കെ പല ആൾക്കാരെ തള്ളിക്കളഞ്ഞേക്കുന്ന ഒരു കാര്യമൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നേക്കാണ്. ബബബ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടന്റെ ക്യാമിയോ സംഭവിച്ചേക്കാണ്. ആക്ച്വലി കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സംഭവിച്ചെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാണാൻ സാധിച്ചിരുന്നത്. ലാലേട്ടൻ ഒരു കിടിലൻ ഫൈറ്റ് ആണ് ഈ സിനിമയിൽ ചെയ്യാൻ പോകുന്നത്. ലാലേട്ടന്റെ ഒരു ലുക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നായിരുന്നു. ലാലേട്ടന്റെ ഈ ലുക്ക് കാണുന്ന സമയത്ത് ഇത് ബബ്ബബ എന്ന് പറയുന്ന സിനിമയിലുള്ള ലുക്ക് എന്നുള്ള രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബബ്ബബ എന്ന് പറയുന്ന സിനിമയിൽ കഴിഞ്ഞ മുൻപത്തെ ദിവസം, അതായത് 19-ാം തീയതി ഒരു വലിയൊരു ഫൈറ്റ് ചിത്രീകരണം നടന്നിട്ടുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാണാൻ സാധിച്ചിരുന്നത്. ലാലേട്ടന്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നെന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഫ്രാഞ്ചൈസിയാണ്. ആക്ച്വലി ലിസ്റ്റ് ഓഫ് സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 and 2 എന്ന് പറയുന്ന പാർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടിക്കുന്ന സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ദൃശ്യം തന്നെയാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തിയേറ്ററിൽ ഇറങ്ങിക്കുന്ന സമയത്താണെങ്കിലും ദൃശ്യം പാർട്ട് 1 കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയാണെങ്കിലും ദൃശ്യം 2 OTT വന്നിരിക്കുന്ന സമയത്താണെങ്കിലും ഈക്വൽ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു ഈ രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് അല്ലേ. ദൃശ്യം 3 കൺഫേം ചെയ്തായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, നമുക്കറിയാവുന്ന സിനിമ വരും എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫ് തന്നെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടേക്കാണ്. ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത്. 2 ദിവസം മുമ്പാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇവർ ലോക്ക് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇദ്ദേഹം എഴുതി വെച്ചേക്കണേ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഈ വർഷം പകുതിയാവുന്ന സമയത്ത് 17ഓളം സിനിമകളാണ് 100 കോടി സിനിമകളായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. മൊത്തം ഇന്ത്യൻ സിനിമകളിൽ അതിനകത്ത് 2 സിനിമകൾ എന്ന് പറയുന്നതും ലാലേട്ടന്റെ തന്നെ സിനിമകളാണെന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നമുക്കറിയാം ഈ വർഷം അതും ഒരു മാസത്തിന്റെ ഉള്ളിൽ ലാലേട്ടൻ നേടിയിരിക്കുന്ന ഒരു കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് 400 കോടി രൂപയോളാന്നുള്ളൊരു കാര്യം നമുക്കറിയാം. എമ്പുരാൻ ആൻഡ് തുടരും എന്ന് പറയുന്ന 2 സിനിമകളുടെ ഒരു സക്സസിന് ശേഷം ലാലേട്ടന്റെ മറ്റൊരു അവതാരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്ലാസ് ആയിട്ടുള്ള ലാലേട്ടൻ എന്നൊക്കെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലേ. ആക്ച്വലി ലാലേട്ടന്റെ ഒരു കിടിലൻ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിരുന്നു. അതാണ് സത്യൻ അന്തിക്കാടിന്റെ ഒപ്പമുള്ള സിനിമ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എനിക്ക് പേഴ്സണലി വളരെ ചെറിയൊരു സംഭവമാണെങ്കിലും ഫാഫേനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, അവിടെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു അഭിനയ പ്രകടനം, ആ സിനിമയുടെ ആ ടീസറിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ലുക്ക് കാണുന്ന സമയത്ത് പഴയ വിന്റേജ് ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സത്യൻ അന്തിക്കാടിന്റെ ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ലാലേട്ടന്റെ മറ്റൊരു ഫേസ് ആയിരിക്കും കാണിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതുവരെ കാണിച്ചേക്കുന്ന ലാലേട്ടന്റെ മാസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ അപ്പുറത്തോട്ട് ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ഫൺ ആയിട്ടുള്ള ലാലേട്ടൻ തന്നെ ആയിരിക്കും സിനിമയിൽ കാണാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, തുടരെ സിനിമയുടെ അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് എന്ത് നല്ല ബ്യൂട്ടിഫുൾ സിനിമ എന്നുള്ളൊരു കാര്യം, അതായത് വളരെ വളരെ പീസ്ഫുൾ ആയിട്ട് സിനിമ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും സിനിമ ഇറങ്ങിക്കുന്ന സമയത്ത് മൊത്തം ആ പരിപാടിയൊക്കെ മാറിപ്പോയായിരുന്നു. പക്ഷെ സത്യൻ അന്തിക്കാട് പടങ്ങൾ പൊതുവെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലെ. നമ്മൾ നല്ല ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ് പഴയ സത്യൻ അന്തിക്കാട് പടങ്ങളല്ലേ. സോ ആ രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും, വളരെ കൂളായിട്ടുള്ള ഒരു പടമായിരിക്കും, നല്ല ക്ലാസ് ആയിട്ടുള്ള പടമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഹൃദയപൂർവ്വം എന്നുള്ളൊരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ഫാനാന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ജോൺ വിക്ക് പോലത്തുള്ള പടങ്ങൾക്ക് ശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് തോന്നിയിരിക്കുന്ന, ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും നോബഡി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നല്ല കിടിലം പടമാണ്, നല്ല ഇടിപൊളി പടമാണ്. നോബഡി എന്ന് പറയുന്ന സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത് അടുത്ത മാസം ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഈ സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നായിരുന്നു, ഒരു വീഡിയോ അപ്ഡേറ്റ് ആയിരുന്നു. പടം ഒന്നിനേക്കാൾ മികച്ചതാണ്, 2ാം ഭാഗം എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഒരുപാട് അപ്ഡേറ്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത മാസമാണ് സിനിമയുടെ റിലീസ്. നമുക്കറിയാം ഒരു പ്യുവർ ആക്ഷൻ പാക്ഡ് പരിപാടിയാണ്.
തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ആക്ഷൻ പാക്ഡ് സിനിമയുടെ പേര് പറയാനായിട്ട്, ഒരു ഇന്ത്യൻ സിനിമയുടെ പേര് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് നമുക്ക് മാർക്കുണ്ട്. പക്ഷെ മാർക്കോയ്ക്ക് മുമ്പ് ഒരു കിടിലം പടം, ശരിക്കും ഇൻഡസ്ട്രിയുടെ തന്നെ ഫേസ് മാറ്റിയ ഒരു സിനിമ എന്നുള്ള രീതിക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതാണ് കിൽ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ തമിഴ് റീമേക്ക് വരുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ സിനിമ ഇറങ്ങിയിരിക്കുന്ന സമയം തൊട്ട് ഒരുപാട് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പൊ അത് കൺഫേം തന്നെ ആയിട്ടുണ്ട്. ഈ സിനിമയുടെ റീമേക്ക് ആയിട്ട് വരാൻ പോകുന്ന തമിഴ് റീമേക്ക് എന്ന് പറയുന്നത്, കിൽ എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് റീമേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലും ബെസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിൽ സിനിമയുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ആക്ടറാണ് ആ ഒരു റോൾ ചെയ്തേക്കുന്നത്. അല്ലേ, തമിഴില് ഈ റോൾ ചെയ്യാനായിട്ട് പോകുന്നത് മറ്റാരുമല്ല, ധ്രുവ് വിക്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ് വിക്രത്തിന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ആണ് ഞാൻ ഈ പുള്ളിയുടെ 2 പടങ്ങളാണ് കണ്ടിട്ടുള്ളൂ. ഒന്ന് മഹാൻ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ അർജുൻ റെഡ്ഡിയുടെ തന്നെ തമിഴ് റീമേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 പടങ്ങളും കണ്ടേക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം, വളരെ റേജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഈ പുള്ളി വേറെ ലെവലാണ്. ശരിക്കും കില്ല് എന്ന് പറയുന്ന സിനിമ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും കിടിലനായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നോട്ടൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹമാണ് ഈ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിച്ചൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ അത് കൺഫേം ആയിക്കാണ്. കില്ലിന്റെ തമിഴ് റീമേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ധ്രുവ് വിക്രമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കമ്മിങ് ബാക്ക് ടു അവർ മെയിൻ പരിപാടി, കൂലി എന്ന് പറയുന്ന സിനിമ. കൂലി സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടേ പറ്റുള്ളൂ അല്ലേ. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് പറയുന്ന സമയത്ത് അത് ബോറടിക്കുക എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഭയങ്കര ഹാപ്പിയാണ്. അതായത് കാണുന്നവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അവരിങ്ങനെ ഇരുന്ന് കാണാനായിട്ടുള്ള അവരുടെ ഇഷ്ടവും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രേസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. സോ കൂലി ഒരിക്കലും ഒരു ബോർ ടോപ്പിക് അല്ല, ആക്ച്വലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പക്ഷേ കൂലി സിനിമയെ കുറിച്ചുള്ള ഒരു കിടിലൻ അപ്ഡേറ്റ് നാളെ വരുന്നുണ്ട്. അതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റുകൾ പറയാനുള്ള രീതിക്കാണ് ഞാൻ ഇന്ന് അധികം പറയാണ്ട് നിന്നത്. ആക്ച്വലി കൂലി സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് നാളെ വരാനായിട്ട് പോകുന്നത്. അതായത് ജൂലൈ 22-ാം തീയതി നാളെ ഈ സിനിമയുടെ 3rd സിംഗിൾ അപ്ഡേറ്റ് അങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് പോവാണ്. അനിരുദ്ധ് ഹൈദരാബാദ് വെച്ചിട്ട് ഓഡിയോ ലോഞ്ച് ഇവന്റിൽ വെച്ചിട്ടാണ് ഈ പാട്ട് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ വന്നേക്കുന്ന എല്ലാ അപ്ഡേറ്റുകളിലും പവർ ഹൗസ് എന്ന് പറയുന്ന പാട്ടായിരിക്കും ഏറ്റവും വലിയ ട്രെൻഡായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ വിശ്വസിക്കണം. കാരണം ഒരു ചെറിയൊരു 1 മിനിറ്റിന്റെ തന്നെ പവർ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത്, ആ ഒരു ക്യാരക്ടർ റിവീലേഷൻ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പാട്ടിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക തന്നെയായിരുന്നു. സോ അതിന്റെ ഒരു ഫുൾ വേർഷൻ നാളെ വരുന്ന സമയത്ത് അതൊരു കിടിലൻ അപ്ഡേറ്റ് തന്നെ ആയിരിക്കും. ആൻഡ് ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ കൂടി ചിലപ്പോൾ ഒരുപക്ഷെ റിവീൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരിക്കാം ഈ ഒരു പാട്ട് എന്ന് പറയുന്നത്. എന്താണെന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. നാളെയാണ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നതും. ആൻഡ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും ഇങ്ങനെയുണ്ടല്ലോ എന്നുള്ള രീതിക്കുള്ള കുറേ അപ്ഡേറ്റുകൾ നമുക്ക് കണക്ട് ചെയ്ത് തരുന്ന സമയത്ത് ലിയോ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കണക്ഷൻസുകളും, വിക്രമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കണക്ഷൻസുകളും, LCU എന്ന് പറയുന്ന യൂണിവേഴ്സിലോട്ട് ഈ സിനിമയെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിക്ക് കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകളാണ്. അതായത് ഇങ്ങനെയും സംഭവിക്കാം, അതിനുള്ളൊരു കൃത്യമായിട്ട് പ്രൂഫ് തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം. നാളെ എന്തായാലും ഈ പടത്തിന്റെ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു നല്ലൊരു സംഭവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റ്സുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് കൂലി ഡേയ്സ് ആണ്. കാരണം ഓരോ അപ്ഡേറ്റുകളും ഇനി ഇങ്ങനെ ദിവസങ്ങൾ അടുക്കുന്നതോറും ഓരോ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളും പേഴ്സണലി ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനി ട്രെയിലർ വരാണ്ട് പോകുന്നു. സോ അതെല്ലാം വരുന്ന സമയത്ത് കുറേ കൂടി കാര്യങ്ങൾ റിവീൽ ആവും. സോ അതിന് മുന്നേ തന്നെ ഈ LCM ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയും അതിന്റെ കണക്ഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ലൈക്കും കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഔട്ട്. ബൈ.